പണം വാങ്ങി അനാശാസ്യം നടത്തുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി എറണാകുളം പെരുമ്പാവൂർ പോലീസ്. പെരുമ്പാവൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ നടത്തിയ റെയ്ഡിൽ മാനേജർ അടക്കം 2 പേർ പിടിയിൽ. വരും ദിവസങ്ങളിൽ പെരുമ്പാവൂർ നഗരപ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലും റെയ്ഡ് ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. പെരുമ്പാവൂർ KSRTC ബസ് സ്റ്റാൻഡിനു സമീപം സ്ഥിതി ചെയ്യുന്ന ഓർമ്മ ലോഡ്ജിൽ നടത്തിയ റെയ്ഡിലാണ് മാനേജർ അടക്കം 2 പേർ പോലീസ് പിടിയിലായത്. കടുങ്ങല്ലൂർ സ്വദേശി ലത്തീഫ്, ആലപ്പുഴ കൊടുവല്ലൂർ സ്വദേശിയും ലോഡ്ജിന്റെ മാനേജറുമായ മനുവാണ് പോലീസ് നടത്തിയ റെയ്ഡിൽ പിടിയിലായത്. പെരുമ്പാവൂർ ASP മോഹിത് റാവത്ത് IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ യുവതിയാണ് ഇരയായത്. വരും ദിവസങ്ങളിലും മേഖലയിൽ പോലീസ് റെയ്ഡ് ശക്തമാക്കുമെന്ന് പെരുമ്പാവൂർ ASP മോഹിത് റാവത്ത് പറഞ്ഞു. We have registered a case under ITPA, Immoral Trafficking Prevention Act. The police is taking strict action against these activities, and we will also be starting the process of closing these lodges by talking with the municipality. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് പെരുമ്പാവൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK രാമകൃഷ്ണനും പ്രതികരിച്ചു. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയ്ക്ക് വരുന്ന ലൈസൻസുകൾ റദ്ദ് ചെയ്യുന്നതിന് കഴിയും. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് തന്നെ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ആ അത്തരം ലോഡ്ജുകളുടെ ലൈസൻസ് നഗരസഭ റദ്ദ് ചെയ്യുന്നതാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്തു റിമാൻഡിൽ വിട്ടു. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മറ്റൊരു ലോഡ്ജിൽ നടത്തിയ റെയ്ഡിൽ മാനേജർ അടക്കം 3 പേർ പോലീസ് പിടിയിലായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.